ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് പറയുന്നത് പുട്ട് കാൾ പാരിറ്റി റിലേഷൻഷിപ്പ് എന്നൊരു ഭാഗത്തെക്കുറിച്ചാണ്. എന്താണ് പുട്ട് കാൾ പാരിറ്റി റിലേഷൻഷിപ്പ് എന്ന് നോക്കാം. പുട്ട് കാൾ പാരിറ്റി സിംപ്ലി മീൻസ് പാരിറ്റി ഇൻ വാല്യൂസ് ഓഫ് യൂറോപ്യൻ കാൾ ആൻഡ് യൂറോപ്യൻ പുട്ട്. യൂറോപ്യൻ കാളിൻ്റെയും യൂറോപ്യൻ പുട്ടിൻ്റെയും വാല്യൂസിലുണ്ടാകുന്ന പാരിറ്റി എന്ന് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുട്ട് കാൾ പാരിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ പാരിറ്റി ബിറ്റ്വീൻ ദ വാല്യൂസ് ഓഫ് യൂറോപ്യൻ കാൾ ആൻഡ് യൂറോപ്യൻ പുട്ട്. യൂറോപ്യൻ കാൾ ഓപ്ഷൻ്റെയും യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ്റെയും വാല്യൂസിലുണ്ടാകുന്ന പാരിറ്റിയാണ് നമ്മൾ പുട്ട് കാൾ പാരിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വാല്യൂ ഓഫ് എ യൂറോപ്യൻ കാൾ വിത്ത് എ സർട്ടൻ എക്സസൈസ് പ്രൈസ് ആൻഡ് എക്സ്പയറി ഡേറ്റ് ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് എ യൂറോപ്യൻ പുട്ട് വിത്ത് ദ സെയിം എക്സസൈസ് പ്രൈസ് ആൻഡ് സെയിം എക്സ്പയറി ഡേറ്റ്. ഒരേ എക്സ്പയറി ഡേറ്റും ഒരേ എക്സസൈസ് പ്രൈസുമുള്ള ഒരു യൂറോപ്യൻ കാൾ ഓപ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് ഒരേ എക്സസൈസ് പ്രൈസും ഒരേ എക്സ്പയറി ഡേറ്റുമുള്ള ഒരു യൂറോപ്യൻ കാൾ ഓപ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് എ യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ. അതേ എക്സസൈസ് പ്രൈസും എക്സ്പയറി ഡേറ്റുള്ള ഒരു യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂവിനോട് തുല്യമായിരിക്കും. ഈ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പുട്ട് കാൾ പാരിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ പുട്ട് കാൾ പാരിറ്റി റിലേഷൻഷിപ്പ് ഷോസ് ദാറ്റ് ദ വാല്യൂ ഓഫ് എ യൂറോപ്യൻ കാൾ വിത്ത് എ സർട്ടൻ എക്സസൈസ് പ്രൈസ് ആൻഡ് എക്സ്പയറി ഡേറ്റ്. ഒരു നിശ്ചിത എക്സസൈസ് പ്രൈസും എക്സ്പയറി ഡേറ്റും ഉള്ള ഒരു യൂറോപ്യൻ കാൾ ഓപ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് എ യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ വിത്ത് ദ സെയിം എക്സസൈസ് പ്രൈസ് ആൻഡ് എക്സ്പയറി ഡേറ്റ്. ഒരേ എക്സസൈസ് പ്രൈസും എക്സ്പയറി ഡേറ്റുമുള്ള ഒരു യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും. Put call parity is a financial relationship between the price of a put option and a call option on the same underlying asset with identical strike price and expiry. ഒരേ സ്ട്രൈക്ക് പ്രൈസും ഒരേ എക്സ്പയറി ഡേറ്റുമുള്ള ഒരേ അണ്ടർലൈങ് അസറ്റിൻ്റെ മുകളിലുള്ള ഒരു കാൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും തമ്മിലുള്ള ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ കാണിക്കുന്ന ഒരു ടേമാണ് പുട്ട് കാൾ പാരിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പുട്ട് കാൾ പാരിറ്റി ഈസ് എ ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എ പുട്ട് ഓപ്ഷൻ ആൻഡ് എ കാൾ ഓപ്ഷൻ. ഒരു കാൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും പ്രൈസുകൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ അണ്ടർലൈങ് അസറ്റിൻ്റെ മുകളിൽ ഒരേ സ്ട്രൈക്ക് പ്രൈസും ഒരേ എക്സ്പയറി ഡേറ്റുമുള്ള സെയിം അണ്ടർലൈങ് അസറ്റിൻ്റെ പുട്ട് ഓപ്ഷൻ്റെയും കാൾ ഓപ്ഷൻ്റെയും ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷോ ചെയ്യുന്ന ഒരു ടേമാണ് പുട്ട് കാൾ പാരിറ്റി റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ പുട്ട് കാൾ പാരിറ്റി ഈസ് എ ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എ പുട്ട് ഓപ്ഷൻ ആൻഡ് എ കാൾ ഓപ്ഷൻ. ഒരു പുട്ട് ഓപ്ഷൻ്റെയും കാൾ ഓപ്ഷൻ്റെയും പ്രൈസ് തമ്മിലുള്ള ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പാണ് ഓൺ ദ സെയിം അണ്ടർലൈങ് അസറ്റ്. സെയിം അണ്ടർലൈങ് അസറ്റിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ ഒരേ അണ്ടർലൈങ് അസറ്റിൻ്റെ മുകളിൽ സെയിം ഐഡൻറ്റിക്കൽ സ്ട്രൈക്ക് പ്രൈസും എക്സ്പയറി ഡേറ്റും ഉള്ള ഒരു പുട്ട് ഓപ്ഷൻ്റെയും കാൾ ഓപ്ഷൻ്റെയും പ്രൈസ് തമ്മിലുള്ള ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പാണ് പുട്ട് കാൾ പാരിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ പുട്ട് കാൾ പാരിറ്റി ഈസ് എ ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എ പുട്ട് ഓപ്ഷൻ ആൻഡ് എ കാൾ ഓപ്ഷൻ ഓൺ ദ സെയിം അണ്ടർലൈങ് അസറ്റ് വിത്ത് ഐഡൻറ്റിക്കൽ സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് എക്സ്പയറി ഡേറ്റ്. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പുട്ട് കാൾ പാരിറ്റി റിലേഷൻഷിപ്പ്. പുട്ട് കാൾ പാരിറ്റി റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് പുട്ട് കാൾ പാരിറ്റി പ്രിൻസിപ്പിൾ ലിങ്ക്സ് ദ പുട്ട് ആൻഡ് കാൾ ഓപ്ഷൻ പ്രൈസസ്. പുട്ട് കാൾ പാരിറ്റി പ്രിൻസിപ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുട്ട് ഓപ്ഷനെയും കാൾ ഓപ്ഷൻ്റെയും പ്രൈസുകളെ തമ്മിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് ടെൽസ് us ഹൗ ടു ക്രിയേറ്റ് സിന്തറ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഫ്രം ട്രേഡഡ് നോഷൻസ്. ട്രേഡഡ് നോഷൻസിൽ നിന്നും എങ്ങനെയാണ് സിന്തറ്റിക് ഇൻസ്ട്രുമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ടെൽ ചെയ്യുന്നത്. It tells us how to create the synthetic instrument from the traded notions. ട്രേഡഡ് നോഷൻസിൽ നിന്നും സിന്തറ്റിക് ഇൻസ്ട്രുമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ടെൽ ചെയ്യുന്നത്. സോ പുട്ട് കാൾ പാരിറ്റി പ്രിൻസിപ്പിൾ ലിങ്ക്സ് ദ പുട്ട് ആൻഡ് കാൾ ഓപ്ഷൻ പ്രൈസസ്. പുട്ട് ഓപ്ഷനെയും കാൾ ഓപ്ഷൻ പ്രൈസസിനെയും ലിങ്ക് ചെയ്യുന്ന ഒന്നാണ് പുട്ട് കാൾ പാരിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് പുട്ട് കാൾ പാരിറ്റി റിലേറ്റ്സ് പ്രൈസസ് ഓഫ് കാൾ, പുട്ട്, സ്റ്റോക്ക് ആൻഡ് ബോണ്ട്സ്. പുട്ട് കാൾ പാരിറ്റി എന്നുള്ളത് റിലേറ്റ് ചെയ്യുന്നത് ഒരു കാൾ ഓപ്ഷൻ്റെ പ്രൈസ്, പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ്, സ്റ്റോക്ക് പ്രൈസ്, ബോണ്ട് പ്രൈസ് എന്നിവയുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. എ ബോണ്ട് ക്യാൻ ബി റിപ്ലിക്കേറ്റഡ് ബൈ യൂസിങ് സ്റ്റോക്ക്, കാൾ ആൻഡ് പുട്ട്. കാൾ ഓപ്ഷൻ പ്രകാരം പുട്ട് ഓപ്ഷൻ പ്രകാരം സ്റ്റോക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് വൈസ് ദ പേ ഓഫ് സ്റ്റോക്ക് ക്യാൻ ബി ഒബ്റ്റൈൻഡ് യൂസിങ് ദ ബോണ്ട്, കാൾ ആൻഡ് പുട്ട്. ബോണ്ടുകൾ ഉപയോഗിച്ചും കാൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ പ്രകാരവും നമുക്ക് എന്ത് ചെയ്യാം, പേ ഓഫ് ദ സ്റ്റോക്ക് എന്നുള്ളത് നമുക്ക് ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റും. ലൈക്ക് വൈസ് ദ പേ ഓഫ് സ്റ്റോക്ക് എമൗണ്ടിൻ്റെ പേ ഓഫ് എന്നുള്ളത് നമുക്ക് ഒബ്റ്റൈൻ ചെയ്യണമെങ്കിൽ ബോണ്ടോ കാളോ പുട്ട് ഓപ്ഷനോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സോ പുട്ട് കാൾ പാരിറ്റി റിലേറ്റ്സ്
പ്രൈസസ് ഓഫ് കാള്, പുട്ട്, സ്റ്റോക്ക് ആൻഡ് ബോണ്ട്. അപ്പോൾ പുട്ട് കാൾ പാരിറ്റി എന്നുള്ള പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് കാളിൻ്റെയും പുട്ടിൻ്റെയും സ്റ്റോക്കിൻ്റെയും ബോണ്ടിൻ്റെയും വാല്യൂസായി ബന്ധപ്പെട്ടാണ്. പുട്ട് കാൾ പാരിറ്റി ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ഗിവൻ പ്രൈസ് ഓഫ് എ കാൾ വൺ ക്യാൻ ഡിറ്റർമിൻ ദ പ്രൈസ് ഓഫ് പുട്ട്. പുട്ട് കാൾ പാരിറ്റി റിലേഷൻഷിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പ്രൈസ് ഓഫ് കാൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഓഫ് പുട്ട് എന്നുള്ള ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഗിവൻ പ്രൈസ് ഓഫ് എ കാൾ പ്രൈസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ പുട്ട് പ്രൈസ് നമുക്ക് ഈസിയായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ബിക്കോസ് പുട്ട് ആൻഡ് കാൾ ഹാവ് some relationship. Put call parity also establishes a link between capital market, derivative market and debt market. പുട്ട് കാൾ പാരിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ടും ഡെറിവേറ്റീവ് മാർക്കറ്റുമായിട്ടും ഡെപ്റ്റ് മാർക്കറ്റുമായിട്ടും ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുട്ട് കാൾ പാരിറ്റി ആൾസോ എസ്റ്റാബ്ലിഷസ് എ ലിങ്ക് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റ് ആൻഡ് ഡെപ്റ്റ് മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ടും ഡെറിവേറ്റീവ് മാർക്കറ്റുമായിട്ടും ഡെപ്റ്റ് മാർക്കറ്റുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് പുട്ട് കാൾ പാരിറ്റി റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ. എന്താണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് നോക്കാം. എന്തിനാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുക? The intrinsic value is the amount that the option buyer would receive if the option is exercised. ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഓപ്ഷൻ ബയ്യർ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ വുഡ് റിസീവ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് വാല്യൂ ഈസ് ദ എമൗണ്ട് ദാറ്റ് ദ ഓപ്ഷൻ ബയ്യർ വുഡ് റിസീവ് ഇഫ് ദ ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ്. ഓപ്ഷൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ബയ്യർ റിസീവ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് വാല്യൂവിനാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓപ്ഷൻ ഇഫ് ഇറ്റ് ഈസ് എക്സസൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഓപ്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലുള്ള വാല്യൂ ഓഫ് ഓപ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഓപ്ഷൻ ഇഫ് ഇറ്റ് ഈസ് എക്സസൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴുള്ള ഓപ്ഷൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പോട്ട് പ്രൈസ് ആൻഡ് സ്ട്രൈക്ക് പ്രൈസ്. സ്പോട്ട് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് കൂടിയാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പോട്ട് പ്രൈസ് ആൻഡ് ദ സ്ട്രൈക്ക് പ്രൈസ്. സ്പോട്ട് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും തമ്മിലുള്ള വ്യത്യാസത്തിനെ നമുക്ക് എന്ത് പറയാം, വ്യത്യാസത്തിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് ഓഫ് കാൾ ഓപ്ഷൻ ഇൻട്രിൻസിക് വാല്യൂ ഈസ് സ്പോട്ട് പ്രൈസ് ലെസ് ദ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ദ അണ്ടർലൈയിങ് അസറ്റ്. കാൾ ഓപ്ഷൻ പ്രകാരം ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്പോട്ട് പ്രൈസിൽ നിന്നും സ്ട്രൈക്ക് പ്രൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. അണ്ടർലൈയിങ് അസറ്റിൻ്റെ സ്പോട്ട് പ്രൈസിൽ നിന്നും സ്ട്രൈക്ക് പ്രൈസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഇൻട്രിൻസിക് വാല്യൂ കിട്ടുക. ഇൻ കേസ് ഓഫ് പുട്ട് ഓപ്ഷൻ ഇറ്റ് ഈസ് ദ സ്ട്രൈക്ക് പ്രൈസ് ലെസ് സ്പോട്ട് പ്രൈസ് ഓഫ് ദ അണ്ടർലൈയിങ് കറൻസി. അണ്ടർലൈയിങ് കറൻസിയുടെ സ്ട്രൈക്ക് പ്രൈസിൽ നിന്നും സ്പോട്ട് പ്രൈസ് കുറയ്ക്കുമ്പോഴാണ് പുട്ട് ഓപ്ഷൻ പ്രകാരം നമുക്ക് ഇൻട്രിൻസിക് വാല്യൂ എന്നുള്ളത് ലഭിക്കുക. ഇൻ ഷോർട്ട്, ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ കോൾ ഈസ് ദ എമൗണ്ട് ബൈ വിച്ച് എൻ ഓപ്ഷൻ ഈസ് ഇൻ ദ മണി. ഒരു ഓപ്ഷൻ ഇൻ ദ മണി ആകുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാൾ ഓപ്ഷൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ. ഒരു ഓപ്ഷൻ്റെ മിനിമം വാല്യൂ കൂടിയാണ് ഇൻട്രിൻസിക് വാല്യൂ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇൻ ഷോർട്ട്, an option that would lead to positive cash flow to the holder if it exercised immediately. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഹോൾഡർക്ക് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷനെ നമ്മൾ ഇൻ ദ മണി ഓപ്ഷൻ എന്ന് പറയും. ഇഫ് ദ സ്ട്രൈക്ക് പ്രൈസ് ഈസ് എബവ് ദ ക്യാഷ് പ്രൈസ് ദ കാൾ ഓപ്ഷൻ വിൽ ഹാവ് സീറോ ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് ഈസ് സെറ്റ് ടു ബി ഔട്ട് ഓഫ് ദ മണി. അതായത് സ്ട്രൈക്ക് പ്രൈസ് ക്യാഷ് പ്രൈസിനെക്കാട്ടിലും ഇൻക്രീസിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എബവ് ആണെന്നുണ്ടെങ്കിൽ കാൾ ഓപ്ഷൻ എന്തായിരിക്കും, സീറോ ഇൻട്രിൻസിക് വാല്യൂ ആയിരിക്കും. അതിന് നമ്മൾ എന്ത് പറയും, ഔട്ട് ഓഫ് ദ മണി എന്നും പറയും. അതാണ് ഇൻ ദ മണിയും ഔട്ട് ഓഫ് ദ മണി എന്ന വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമുക്കൊരു കാര്യം കൂടി പറയുന്നത്, നെക്സ്റ്റ് പറയുന്നത് മൾട്ടി പീരിയഡ് ബൈനോമിയൽ മോഡൽ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പറയുന്നത്. എന്താണ് മൾട്ടി പീരിയഡ് ബൈനോമിയൽ മോഡൽ എന്ന് നോക്കാം. എന്താണ് ബൈനോമിയൽ ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു, ഓപ്ഷൻ പ്രൈസിങ് മെത്തേഡുകളെ പറ്റി പറഞ്ഞു. അതിൽ നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് പറയുന്നൊരു മെത്തേഡാണ് മൾട്ടി പീരിയഡ് ബൈനോമിയൽ മെത്തേഡ്. മൾട്ടി പീരിയഡ് ബൈനോമിയൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദ ബൈനോമിയൽ മോഡൽ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു പീരിയഡ്സ് ബിയോണ്ട് 2 ടു എനി നമ്പർ ഓഫ് പീരിയഡ്സ്. 2 എന്നുള്ള പീരിയഡ് മാത്രമല്ല, എനി നമ്പർ ഓഫ് പീരിയഡിലേക്ക് നമുക്ക് ബൈനോമിയൽ മോഡലിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടി പീരിയഡ് ബൈനോമിയൽ മോഡൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് കാൾഡ് മൾട്ടി പീരിയഡ് ബൈനോമിയൽ മോഡൽ. വി ക്യാൻ ഫൈൻഡ് ദ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസസ് ഫോർ എനി നമ്പർ ഓഫ് പീരിയഡ്സ്. എനി നമ്പർ ഓഫ് പീരിയഡിലേക്കുള്ള ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ബൈനോമിയൽ മോഡൽ ഓഫ് മൾട്ടി പീരിയഡ് ബൈനോമിയൽ മോഡൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസസ് ഫോർ എനി നമ്പർ ഓഫ് പീരിയഡ്. എനി നമ്പർ ഓഫ് പീരിയഡിലേക്കുള്ള ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടി പീരിയഡ് ബൈനോമിയൽ മോഡൽ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
മൾട്ടി പീരിയഡ് ബൈനോമിയൽ മോഡൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് നോക്കാൻ. ഫസ്റ്റ് വൺ പറയുന്നത് ബിൽഡ് എ പ്രൈസ് ട്രീ ഫോർ അണ്ടർലൈയിങ് അസറ്റ്. അണ്ടർലൈയിങ് അസറ്റിൻ്റെ ഒരു പ്രൈസ് ട്രീ ബിൽഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് കാൽക്കുലേറ്റ് ദ പോസിബിൾ ഓപ്ഷൻ വാല്യൂസ് ഇൻ ദ ലാസ്റ്റ് പീരീഡിൽ വരുന്ന പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. സെറ്റപ്പ് ആൾ പോസിബിൾ റിസ്ക്ലെസ് പോർട്ട്ഫോളിയോസ് ഇൻ ദ പീനൾട്ടിമേറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ പീനൾട്ടിമേറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടു ലാസ്റ്റ് പീരീഡിൻ്റെ തൊട്ട് മുൻപുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പീനൾട്ടിമേറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടു ലാസ്റ്റ് പീരീഡിന് ശേഷമുള്ള പീരീഡിനെ നമ്മൾ എന്ത് പറയുന്നത് പീനൾട്ടിമേറ്റ് പീരീഡ് എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ദ പോസിബിൾ ഓപ്ഷൻ വാല്യൂസ് ഇൻ ദ ലാസ്റ്റ് പീരീഡ്. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ഓർ സെറ്റപ്പ് ആൾ പോസിബിൾ റിസ്ക്ലെസ് പോർട്ട്ഫോളിയോസ് ഇൻ ദ പീനൾട്ടിമേറ്റ് പീരീഡ്. ഫോർത്ത് വൺ പറയുന്നത് കാൽക്കുലേറ്റ് ആൾ പോസിബിൾ ഓപ്ഷൻ പ്രൈസസ് ഇൻ ദ പീനൾട്ടിമേറ്റ് പീരീഡിലുള്ള എല്ലാ പോസിബിൾ ഓപ്ഷൻ പ്രൈസസും കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്നത് കീപ് വർക്കിംഗ് ബാക്ക് ത്രൂ ദ ട്രീ ടുഡേ, അതായത് ടൈം ടി എൻ ഇൻ എൻ പീരീഡ് n+1 ഡേറ്റ് മോഡൽ. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് മൾട്ടി പീരിയഡ് ബൈനോമിയൽ മോഡൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ വീഡിയോ, വളരെ ചെറിയൊരു വീഡിയോ ഇടുന്നുള്ളൂ. ഈ ഭാഗത്തിൻ്റെ വീഡിയോ എല്ലാവരും കാണണം. കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. ഇൻട്രിൻസിക് വാല്യൂ എന്താണെന്നും മൾട്ടി പീരിയഡ് ബൈനോമിയൽ മോഡൽ എന്താണെന്നും അതിൻ്റെ സ്റ്റെപ്പുകൾ, മൾട്ടി പീരിയഡ് ബൈനോമിയൽ മോഡലിൻ്റെ പേരെന്താണ്, മൾട്ടി പീരിയഡ് ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്പ് എന്താണ്, പിന്നെ അതുപോലെ നമ്മൾ പുട്ട്കാൾ പാരിറ്റി റിലേഷൻഷിപ്പ് എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പുട്ട്കാൾ പാരിറ്റി റിലേഷൻഷിപ്പ് എന്താണ്, പുട്ട്കാൾ പാരിറ്റി റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ യൂസസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.